ഹൈ ഓൺ ട്രേഡർ മർജിയ. ഇന്ന് നമുക്ക് ഓർഡർ വാലിഡിറ്റി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവസാനത്തിൽ നമ്മൾ കാണുന്ന ഓർഡർ വാലിഡിറ്റി ഡേ ആൻഡ് IOC അതെന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. പലരും ഇപ്പോഴും പുതുതായിട്ട് മാർക്കറ്റിൽ വന്നവരൊക്കെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കംപ്ലീറ്റ് അവർ ഉപയോഗിക്കുന്ന ടേംസ് എന്താണെന്നുള്ളത് അറിയാണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ എന്തൊരു സാധനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ എപ്പോഴാണ് എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അവസരങ്ങൾ മാത്രം ഉപയോഗിക്കും. ഓക്കെ, ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും എപ്പോഴും പഠിച്ചതിന് ശേഷം ആ ഒരു സംഭവങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ആലിസ് ബ്ലൂവിൻ്റെ ഇൻ്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത്. ആലിസ് ബ്ലൂവിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻഫോസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ബൈയോ സെല്ല് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബൈയിന് വേണ്ടിയിട്ട് ബൈയിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ഈ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ മുകളിൽ ഈ ഓർഡർ വാലിഡിറ്റി, ഓർഡർ ടൈപ്പ്, പ്രോഡക്ട്സ്, ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി ഇതെല്ലാം നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. ആ ഒരു മുമ്പത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ദെൻ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു വാലിഡിറ്റി എന്താണെന്നുള്ളതാണ്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡേ ഉണ്ട്, IOC ഉണ്ട്. ഡേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡേ, ദെൻ IOC എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേർക്ക് എന്താണെന്ന് അറിയാത്തത് ഈ IOC എന്താണെന്നുള്ളതായിരിക്കും ഡൗട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ, ആ ഒരു വേർഡ് തന്നെ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ. ക്വിക്കായിട്ട് ആ ഒരു മൊമെൻറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിലോട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഓർഡറിനെ മാർക്കറ്റും ബ്രോക്കർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഒരു റിയൽ മാർക്കറ്റ് ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവോസ് 1400 വിചാരിക്കുക. ഞാനിവിടെ ഒരു 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. സോ ആ ഒരു മൊമെൻറ്റിൽ മാർക്കറ്റിൽ അത്രയും ക്വാണ്ടിറ്റി ആരും സെല് ചെയ്യുന്നില്ല. അത്രയും ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്രയും ക്വാണ്ടിറ്റി മാർക്കറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒരു 500 ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ IOC ഓർഡറിലാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത്. സോ ആ ഒരു 500 ക്വാണ്ടിറ്റി സ്റ്റോക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് എക്സിക്യൂട്ട് ആവും. ദെൻ ബാലൻസ് ആയിട്ടുള്ള 500 ക്വാണ്ടിറ്റിൻ്റെ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മൊമെൻറ്റിൽ തന്നെ ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ക്വിക്കായിട്ട് ആ മൊമെൻറ്റിൽ എത്ര ക്വാണ്ടിറ്റിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് എക്സിക്യൂട്ട് ആവുള്ളൂ. ബാക്കിയുള്ള ഓർഡറിൻ്റെ ക്വാണ്ടിറ്റി ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസും നമ്മുടെ സെറ്റപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ IOC അല്ലെങ്കിൽ ഡേ ഓർഡർ മാറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാനും അതേപോലെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് IOC നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു പ്രീ ഡിഫൈൻഡ് പ്രൈസിൽ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം, ആ ഒരു മൊമെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെയാണ് IOC നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേ ദെൻ നെക്സ്റ്റ് വൺ ഡേ ഓർഡർ എന്താണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഡേ ഓർഡർ ആയിട്ട് നമ്മൾ ഓർഡർ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കറോട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തിൽ എപ്പോഴാണോ മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റ് പ്രൈസ് ഈ ഒരു ഓർഡറുമായിട്ട് മാച്ച് ആയിട്ട് വരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോക്കറോട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ക്വിക്കായിട്ട് ആ മൊമെൻറ്റിൽ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു കണ്ടീഷൻസ് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു ക്വാണ്ടിറ്റി എൻ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ദിവസം എൻഡ് ചെയ്യുന്നവരെ, ആക്ച്വൽ മാർക്കറ്റ് ഹവേഴ്സ് എൻഡ് ചെയ്യുന്നവരെ ഈ ഒരു ഓർഡർ ഓപ്പൺ ആയിട്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആ ഒരു കണ്ടീഷൻസ് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് മാത്രം എക്സിക്യൂട്ട് ആക്കിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഇൻട്രാഡേക്കും CNCക്കൊക്കെ ക്യാഷ് ആൻഡ് ക്യാരിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സെല് ചെയ്യുന്ന സമയത്തും ഈ സെയിം സംഭവം തന്നെയാണ്. ശ്രദ്ധിക്കുക, ഡേ എന്താണെന്നുള്ളതും IOC എന്താണെന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് എപ്പോഴും പഠിച്ചിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.